കേൾക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന്റെ കഥകളെ കേൾക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായത് തന്നെ നിങ്ങളുടെ ജന്മത്തിൻ്റെ ഭാഗ്യമാണ് സജ്ജനങ്ങളെ എന്നാണ് സൂത പൗരാണികൻ ആദ്യമായിട്ട് ആ മഹർഷി ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു കൊടുത്തത്. ഭഗവാന്റെ കഥകൾ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത് തന്നെ മഹാഭാഗ്യമാണ്. എല്ലാവർക്കും അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് അച്യുതൻ്റെ കഥകളെ എൻ്റെ ഗുരുനാഥൻ ഉപദേശിച്ച തരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് കേട്ട തരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇവിടെ നിരവധി കഥകൾ, ഭഗവാന്റെ കഥകൾ ഞാൻ പറയുമ്പോൾ നമുക്കെന്ത് വേണം? അത് കേൾക്കാൻ എന്ത് വേണം? ഒരു മനസ്സ് വേണം, അല്ലേ? അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാൻ ഒരു മനസ്സ് വേണം. ഒരു മുറം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചാരി വെക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ചുമര് വേണം എന്ന് പറഞ്ഞതുപോലെ മറ്റൊരാളൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? മനസ്സ് വേണം. സൂത പൗരാണിക ആചാര്യൻ പറഞ്ഞു, ഭഗവത് കഥകളെ ഞാൻ ഉപദേശിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിച്ചുകൊണ്ട് അച്യുതൻ്റെ കഥയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? ആദ്യം ചോദിച്ചത്, അവതാര പുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതാരം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ആ ഭഗവാന്റെ തത്വങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അത് കേൾക്കുന്നതിന് മുൻപായിട്ട് വേദവ്യാസ ഭഗവാനാൽ വിരചിതമായിരിക്കുന്ന 18 പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം എവിടെ നിന്നുദ്ഭവിച്ചു? അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതിൻ്റെ യഥാർത്ഥ രചയിതാവാരാണ്? നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, വേദവ്യാസ ഭഗവാൻ രചിച്ച ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം, അല്ലേ? അദ്ദേഹമാണ് ഇത് രചിച്ചത്. പക്ഷേ ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നറിയണ്ടേ? അതിന് ദേവീഭാവത്തിലൊരു കഥ പറയുന്നുണ്ട്, മധുകൈടവന്മാരുടെ കഥ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായാലും ഈ തത്വങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗവതം ഉദിച്ചതെവിടെയാണ്? വൈകുണ്ഠപതിയായിരിക്കുന്ന ഭഗവാൻ നാരായണന്റെ ഹൃദയത്തിൽ ഉദിച്ച 4 വരി ശ്ലോകമാണ് ശ്രീമദ് ഭാഗവതം. അതിന് പറയുന്നത് ചതുർശ്ലോകി എന്നാണ് പറയപ്പെടുന്നത്. ഈ ചതുർശ്ലോകി തത്വം സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവന് നാരായണൻ ഉപദേശിച്ചു കൊടുത്തു. നാരായണൻ ആ ഉപദേശിച്ചു കൊടുത്ത ചതുർശ്ലോകി തത്വം ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മദേവൻ തൻ്റെ മടിയിൽ നിന്ന് ഉത്ഭവിച്ച നാരദമുനിക്കാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ നാരദമുനി മുൻ ജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്നു. ഒരു സാധു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞ്, പിതാവ് മരണപ്പെട്ടു പോയി, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അമ്മയുടെ പുത്രനായിരുന്നു. അയൽ വീടുകളിൽ പോയി പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് തൻ്റെ പുത്രനെ വളർത്തിക്കൊണ്ടുവരുവാൻ കാരണമായത്. അങ്ങനെ ഇരിക്കെ ആ കുഞ്ഞിൻ്റെ ചെറുപ്രായത്തിൽ തൊട്ടടുത്ത് ചാതുർമാസ്യം 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മത്തിന് വേണ്ടി 3-4 സന്യാസി വര്യന്മാർ അവിടെ എത്തിച്ചു. ഈ സന്യാസി വര്യന്മാർക്ക് അന്നമുണ്ടാക്കി കൊടുക്കുന്നത്, സമത്തകളെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതുമെല്ലാം ഈ കുഞ്ഞിൻ്റെ മാതാവാണ്. രാവിലെ പോകുന്ന സമയത്ത് ഇതങ്ങോട്ട് കേട്ടപ്പോൾ സൂതൻ ആദ്യമായിട്ട് അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? അച്യുതന്റെ കഥകളെ കേൾക്കാൻ ഇച്ഛയുണ്ടായപ്പോൾ അച്യുതൻ നിങ്ങളുടെ ഹൃദയത്തിൽ വിളയാടുന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. അച്യുതന്റെ കഥകളെ കേൾക്കണമെന്ന് എല്ലാവർക്കും സാധ്യമല്ല. അച്യുതന്റെ കഥകളെ കേൾക്കാൻ ഇച്ഛയുണ്ടായപ്പോൾ അച്യുതൻ നിങ്ങളുടെ ഹൃദയത്തിൽ വിളയാടുന്നു. ആ ഈശ്വര ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് സജ്ജനങ്ങളെ ഭഗവാന്റെ കഥകളെ, നമ്മുടെ വീട്ടിലെ ജോലികളെ എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അച്യുതന്റെ കഥകൾ കേൾക്കുവാൻ ആ അച്യുതൻ നമ്മുടെ ഹൃദയത്തിൽ വിളയാടുന്നത് കൊണ്ടാണ്. അച്യുതന്റെ കഥകളെ കേൾക്കുവാൻ ഇച്ഛയുണ്ടായപ്പോൾ അച്യുതൻ നിങ്ങളുടെ ഹൃദയത്തിൽ വിളയാടുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അച്യുതന്റെ അനുഗ്രഹ സാന്നിധ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഇവിടെ വന്നിരിക്കാൻ സാധ്യമല്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നേ?
നിങ്ങൾ എന്തുകൊണ്ട് വന്നാൽ ഭഗവാൻ പറഞ്ഞു പൊക്കോളൂ, ഞാനവിടെ ഉണ്ട്. എൻ്റെ 64 കലയോടുകൂടി ഞാനവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ഭക്തനാണ്. വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ കാര്യങ്ങൾ കേൾക്കൂ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കൂ, എന്നെ എങ്ങനെ ഭജിക്കണമെന്ന് നീ പഠിക്കൂ എന്നെല്ലാം പറഞ്ഞ് നമ്മളെ